വർഗീയ ചേരിതിരിവിന് വഴിവെക്കുന്ന പരാമർശം പിൻവലിച്ചും ഖേദം പ്രകടിപ്പിച്ചും മന്ത്രി സജി ചെറിയാൻ. സിപിഎം നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് പ്രസ്താവന പിൻവലിക്കാൻ സജി ചെറിയാൻ തയ്യാറായത്. ന്യൂനപക്ഷങ്ങൾക്ക് സിപിഎമ്മിനോടുള്ള അതൃപ്തി വർദ്ധിപ്പിക്കാൻ മാത്രമേ പരാമർശം ഇടയാകൂവെന്നും തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിക്ക് കാരണമാകുമെന്നുമാണ് സിപിഎം വിലയിരുത്തൽ. തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നുമാണ് സജി ചെറിയാന്റെ വിശദീകരണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ന്യൂനപക്ഷങ്ങൾ തങ്ങളെ കൈവിടുകയാണെന്ന ആശങ്ക സിപിഎമ്മിനും ഇടതുമുന്നണിക്കും ഉണ്ടായത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആ ആശങ്കയുടെ വ്യാപ്തി കൂട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെയെങ്കിലും ന്യൂനപക്ഷങ്ങളെ പഴയതുപോലെ അടുപ്പിച്ചു നിർത്താൻ സിപിഎം ശ്രമങ്ങൾ തുടങ്ങിയത്. ഭൂരിപക്ഷ വോട്ടുകൾ അനിവാര്യമാണെങ്കിൽ പോലും ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മതേതര ചേരിയിൽ ഉറച്ചു നിന്ന എക്കാലത്തും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ കൂടി അകന്നു പോകുന്ന ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇടതുമുന്നണിയും സിപിഎം എത്തിച്ചേർന്നിരുന്നു. അതിനിടയിലാണ് സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന. NSS-SNDP നേതൃത്വം സംയുക്തമായി ഐക്യത്തിലേക്ക് പോകുന്ന ഒരു പ്രസ്താവന നടത്തി. അതിന്റെ രാഷ്ട്രീയ ഗുണം ഇടതുമുന്നണിക്കുണ്ടാകും എന്ന ഒരു ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് അതിന്റെ എല്ലാ ശോഭയും കെടുത്തിക്കൊണ്ട് സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന വന്നത്. തങ്ങൾക്കൊപ്പം പതിറ്റാണ്ടുകളായി നിൽക്കുന്ന മതേതര ചേരി പോലും അകന്നു പോകാൻ തക്ക വർഗീയ സ്വഭാവമുള്ള പ്രസ്താവനയാണ് സജിയുടേതെന്ന് തുടക്കത്തിൽ തന്നെ സിപിഎം തിരിച്ചറിഞ്ഞു. മന്ത്രിയെ പൂർണ്ണമായും തള്ളിപ്പറയുകയും എന്നാൽ ചേർത്ത് നിർത്തുകയും ചെയ്യാത്തൊരു സമീപനമാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ സ്വീകരിച്ചത്. പാർട്ടി നിലപാടല്ലെന്ന് പറഞ്ഞുകൊണ്ട് സജിയുടെ പ്രസ്താവനയുള്ള അമർഷം സിപിഎം നേരത്തെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് തിരിച്ചറിഞ്ഞാണ് സജി ചെറിയ രണ്ടാം ദിവസം തന്റെ പ്രസ്താവന വിശദീകരണവുമായി രംഗത്ത് വന്നത്. പക്ഷേ അത് ആ പ്രസ്താവനയിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം തയ്യാറാകാത്തത് കാര്യങ്ങൾ ഒന്നുകൂടി വഷളാക്കിയിരുന്നു. സിപിഎമ്മിനൊപ്പം നിന്നു പോകുന്ന സാമുദായിക സംഘടനകൾ പോലും ഇത് കടുത്ത അമർഷം രേഖപ്പെടുത്തി. INL പോലെ മുന്നണിയിലുള്ള കക്ഷികളും സജി ചെറിയാന്റെ പ്രസ്താവന തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു. അപകടം രൂക്ഷമാണ്, അപകടത്തിന്റെ ആഘാതം പ്രതീക്ഷയുടെ അപ്പുറമാകുമെന്ന് തിരിച്ചറിയിലാണ് സിപിഎം സജി ചെറിയാൻ അടിയന്തരമായി പ്രസ്താവന പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത്. സാധാരണഗതി ഇത്തരം പ്രസ്താവനകൾ വരുമ്പോൾ നേതാക്കൾ അത് ഖേദം പ്രകടിപ്പിക്കുക എന്നതാണ് പതിവ്. പക്ഷേ ഖേദം പ്രകടിപ്പിച്ചതിനൊപ്പം ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ തന്റെ മതേതര ബോധം, തന്റെ മതേതര നിലപാടുകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് അത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസ്താവന കൂടി പിൻവലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നത്തിന്റെ പരിഹാരത്തിനുള്ള വഴി തുറന്നിട്ടത്. ഏതായാലും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് സിപിഎം വിലയിരുത്തിയ വിഷയത്തിലാണ് ഇപ്പോൾ സജി ചെറിയാന്റെ പ്രസ്താവനയോട് കൂടി സിപിഎം മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെയാണ് ഇതിനോട് ഈ സാമുദായിക സംഘടനകളൊക്കെ പ്രതികരിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും സജി ചെറിയാന്റെ തുടർ പ്രസ്താവനകൾ, തുടർച്ചയായ വിവാദങ്ങൾ, അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പലപ്പോഴും പുറത്തു വരുന്നത്. സജിയോട് നേരത്തെ തന്നെ ഉദ്ദേശിച്ചതാണ്. പ്രസംഗങ്ങളിൽ കൃത്യമായ ചിന്തിച്ച് മാത്രമേ പറയാവൂ, എടുത്തിയാടി കാര്യങ്ങൾ പറയുന്ന നിർദ്ദേശം നേരത്തെ സജിക്ക് നൽകിയതാണ്. പക്ഷേ വീണ്ടും സജി ചെറിയാൻ സിപിഎമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കുന്നത് പതിവായി മാറുകയാണ്. അവിടെയാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ കർശന ഇടപെടലിനെ തുടർന്ന് സജി ചെറിയാൻ പ്രസ്താവന തന്നെ പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടായത്. വി അരുണിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിൽ പാർട്ടിയും സർക്കാരും നടപടിയെടുക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സജി ചെറിയാന്റെ ഖേദപ്രകടനത്തിനായി വാർത്താക്കുറിപ്പ് മതിയാവില്ല. കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി വർഗീയതയ്ക്ക് തീ കൊളുത്തുകയാണ്. സജി ചെറിയാൻ വിഷയം നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു.